ചിറ്റൂരിൽ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് NDA സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായി. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന പ്രാണേഷ് രാജേന്ദ്രനാണ് ചിറ്റൂർ നിയോജകമണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി. വികസനം ആഗ്രഹിക്കുന്ന ചിറ്റൂരിലെ ജനങ്ങൾ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നും പ്രാണേഷ് രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വടകരപ്പതി പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായ മോതിരത്തിന് സമാനമായ അവരുടെ ചിഹ്നം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രദർശിപ്പിച്ചത് ജനാധിപത്യ ധ്വംസനമാണെന്നും വികസനം ആഗ്രഹിക്കുന്ന ചിറ്റൂരിലെ ജനങ്ങൾ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നും BJPക്കാരനായ NDA സ്ഥാനാർത്ഥി പ്രാണേഷ് രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സംഭവം വിവാദമായതോടെ പ്രാണേഷ് രാജേന്ദ്രൻ പോസ്റ്റിലെ വരികൾ തിരുത്തി. BJP LDF അന്തർധാര സജീവമാണെന്ന UDF ആരോപണത്തിന് ശക്തി പകരുന്നതാണ് NDA സ്ഥാനാർത്ഥിയുടെ FB പോസ്റ്റ്. ചിറ്റൂരിൽ LDF NDA കൂട്ടുകെട്ടാണെന്ന ആരോപണം ശരിവയ്ക്കുന്നതാണെന്ന് NDA സ്ഥാനാർത്ഥിയുടെ FB പോസ്റ്റെന്ന്. ചിറ്റൂരിൽ NDA LDF സ്ഥാനാർത്ഥികൾ രണ്ടല്ല ഒന്നാണ്. കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ അജണ്ട. ഇവരുടെ അജണ്ട നടക്കില്ലെന്ന് UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ പറഞ്ഞു. CPM BJP കൂട്ടുകെട്ടിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഇവിടെ ചിറ്റൂര് BJP സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ടപേക്ഷിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അത് വലിയ വിവാദമായപ്പോഴാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത്. ഇവർ രണ്ട് സ്ഥാനാർത്ഥിയല്ല, ഒരു സ്ഥാനാർത്ഥിയാണ്. അവർ രണ്ടുപേരുടെയും ഒരു അജണ്ട കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ്. അവരുടെ അജണ്ട നടപ്പിലാവില്ല. ഇവിടെ രണ്ടും ഒന്നാണെന്നുള്ളത്, ഇടതുപക്ഷവും BJPയും ഒന്നാണെന്നുള്ളത് കേരള ജനത മനസ്സിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.